അടിമാലിയിൽ ക്ഷേമ പെൻഷന് വേണ്ടി തെരുവിൽ ഭിക്ഷാടനത്തിനിറങ്ങിയ മറിയക്കുട്ടിക്ക് KPCC നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം നടന്നു. KPCC പ്രസിഡന്റ് കെ സുധാകരൻ MP താക്കോൽദാനം നിർവഹിച്ചു. പിണറായി ഭരണത്തിൽ കഷ്ടത അനുഭവിക്കുന്നവരെ ഒപ്പം നിർത്തി ആശ്വാസം പകരുകയും സഹായിക്കുകയും ചെയ്യുകയെന്നത് KPCCയുടെ മുഖ്യ അജണ്ടയാണെന്ന് കെ സുധാകരൻ പറഞ്ഞു. 12 ലക്ഷം രൂപ ചിലവഴിച്ചാണ് വീട് നിർമ്മാണം പൂർത്തീകരിച്ചത്. പിണറായി ഭരണത്തിൽ കഷ്ടത അനുഭവിക്കുന്നവരെ ഒപ്പം നിർത്തി ആശ്വാസം പകരുകയും സഹായിക്കുകയും ചെയ്യുകയെന്നത് KPCCയുടെ മുഖ്യ അജണ്ടയാണെന്ന് പ്രസിഡന്റ് കെ സുധാകരൻ MP പറഞ്ഞു. ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് ചട്ടിയുമായി ഭിക്ഷയാചിക്കുവാൻ ഇറങ്ങേണ്ടി വന്ന സാധുവും വിധവയുമായ 200 ഏക്കർ സ്വദേശിനി മറിയക്കുട്ടി ചാക്കോയ്ക്ക് KPCC നിർമ്മിച്ചു നൽകിയ ഭവനത്തിന്റെ താക്കോൽ കൈമാറ്റ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ പാർട്ടിയുടെ ഒരു പ്രവർത്തന ശൈലി ഇതാണ്: കഷ്ടപ്പെടുന്നവർക്ക് സഹായം എത്തിക്കുക, ഏറ്റവും അർഹതപ്പെട്ട ആളുകൾക്ക് ചോദ്യം ചോദിക്കാതെ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന പതിവാണ് നമുക്ക്. ചേച്ചിയോട് ചോദിച്ചു പോലുമില്ല, ചേട്ടത്തിയോട് ചോദിച്ചു പോലുമില്ല എത്രയാണ് എത്ര വേണമെന്ന്. ഞങ്ങളിവിടെ വരുന്ന ഇവരൊക്കെ വന്നപ്പോൾ ഇവർ ചോദിച്ചു എത്ര കെട്ടണം, ആ പൈസ ചോദിച്ച പൈസ എടുത്ത് ഞങ്ങൾ കൊടുത്തു. പിന്നെ ഞങ്ങളിപ്പോ ചേരത്തിയുടെ വീട് മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ 1019ാമത്തെ വീടാണ്. 1019 വീട് എടുത്തു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതുവരെയായിട്ട്. 6 മാസത്തിനുള്ളിലാണ് മറിയക്കുട്ടിയുടെ ഭവനത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 12 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഭവനം നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ദിരാ ഭവനമെന്നാണ് വീടിന് നാമകരണം ചെയ്തിരിക്കുന്നത്. ഇതോടെ സംസ്ഥാനത്ത് അന്തിയുറങ്ങാൻ വീടില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് KPCC നിർമ്മിച്ചു നൽകുന്ന 1019ാമത്തെ വീടായി മാറുകയാണിത്. KPCCയുടെ നേതൃത്വത്തിൽ തനിക്ക് ഭവനമൊരുക്കിയതിൽ അതിയായ സന്തോഷമുണ്ടെന്നും നേതാക്കൾക്ക് നന്ദി അർപ്പിക്കുന്നതായും തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവാണ് ഇന്ദിരാഗാന്ധി. ഇന്ദിരാ ഭവനമെന്ന് നാമകരണം ചെയ്തതിൽ നേതാക്കളെക്കാൾ കൂടുതൽ സന്തോഷം തനിക്കുണ്ടെന്നും മറിയക്കുട്ടി പറഞ്ഞു. പ്രസിഡന്റ് സുധാകരൻ സാറ് എനിക്ക് വീട് പണിത് തന്നതിൽ അതിയായ സന്തോഷമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നടത്താത്ത കാര്യങ്ങളാണ്. അത് സാധാരണ വീടല്ല, എൻ്റെ വീട് നല്ല വീടായിട്ടാണ് മാറുക. അതുപോലെ പള്ളത്തുടി ഭാവം ഒന്നേന്ന് തുടങ്ങി വെയിലും മഴയും നനവും എല്ലാം കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് തീരുന്നോളം വരെ എല്ലാം ചെയ്ത് നമുക്ക് തൃപ്തിയായി. അവരെ പണിക്കാരും നല്ല പണിക്കാരും എല്ലാം നേതാക്കന്മാരോട് എല്ലാം നന്ദി വാക്കി ഞാൻ പറഞ്ഞാൽ നല്ല നന്ദിയോടും നല്ല വാക്കി. അടിമാലി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രൻ, ഭാരവാഹികളായ S അശോകൻ, റോയി കെ പൗലോസ്, AK മണി, ജോസി സെബാസ്റ്റ്യൻ, M ലിജു, ദീപ്തി മേരി വർഗീസ്, ജോയി വെട്ടിക്കുഴി, ഇബ്രാഹിം കുട്ടി കല്ലാർ, AP ഉസ്മാൻ, PV സ്കറിയ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി K വർഗീസ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി. താക്കോൽ കൈമാറി കിട്ടിയെങ്കിലും ചിങ്ങത്തിലാണ് ഗൃഹപ്രവേശം നടക്കുക. ന്യൂസ് ബ്യൂറോ, അടിമാലി.